നമസ്കാരം. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വയനാട് അട്ടമലയിലാണ് സംഭവം. അട്ടമല സ്വദേശിയായ 27-കാരനായ ബാലകൃഷ്ണനാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്ന് രാവിലെയാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിനുള്ളിലെ വഴിയിൽ ബാലന്റെ മൃതദേഹം കണ്ടത്. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്തായാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമിച്ചുവെന്നാണ് വിവരം. നിരന്തരം കാട്ടാനയുടെ ശല്യമുള്ള പ്രദേശമാണിതെന്ന് ജനപ്രതിനിധി അടക്കമുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. വിഷയം നിരന്തരമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും മേപ്പാടി വാർഡ് മെമ്പർ പറയുന്നു. കഴിഞ്ഞ ദിവസം വയനാട് നൂൽപ്പുഴയിലും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് വയനാട് ഹർത്താൽ നടക്കുകയാണ്. ഇതിനിടെയാണ് മറ്റൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ കേരളത്തിൽ കാട്ടാന ആക്രമണത്തിൽ 4 പേരാണ് ഇതോടെ കൊല്ലപ്പെട്ടത്. അധികം ജനവാസമില്ലാത്ത മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന് സമീപമാണ് അട്ടമല. ഇവിടെയാണ് കാട്ടാനയുടെ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നീലഗിരി ജില്ലയിലെ മെഴുകൻമുല ഉന്നതിയിൽ താമസിക്കുന്ന മാനുവാണ് കാട്ടാന ആക്രമണത്തിൽ നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 8ഓടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സാധനങ്ങളും വാങ്ങി വരുന്ന വഴിയിലായിരുന്നു ആന ആക്രമിച്ചത്. ചൊവ്വാഴ്ച രാവിലെ വീടിന് 200 മീറ്ററോളം അകലെയുള്ള വയലിലാണ് മൃതദേഹം കണ്ടത്. ആനയുടെ കൊമ്പ് ശരീരത്തിലായിരുന്നു. ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 11:45ഓടെ മാത്രമേ മാനുവിന്റെ മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാനായുള്ളൂ. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. UDF ഹർത്താലും പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരാൾ കൂടി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം വനപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ പേർ മരിക്കാൻ ഇടയാകുന്ന സംഭവം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം അടിയന്തര യോഗം വിളിച്ചുവെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 4:45-ന് ഓൺലൈനായാണ് യോഗം വിളിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ഈസ്റ്റേൺ സർക്കിൾ CCF, നോർത്തേൺ സർക്കിൾ CCF, വയനാട് ജില്ലാ കളക്ടർ, വയനാട് ജില്ലാ പോലീസ് മേധാവി, വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, വയനാട് നോർത്ത് സൗത്ത് ഡിവിഷനിലെ DFOമാർ, ജില്ലാ ട്രൈബൽ ഓഫീസർ, ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്. വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.